പാരച്യൂട്ട് ഓണായിരിക്കുന്നു. ഇതിലേറ്റവും ഒരുപക്ഷെ മനുഷ്യരാശി അത്ഭുതത്തോടെ അമ്പരപ്പോടുകൂടി കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. 4 പാരച്യൂട്ട് വിടർന്നുകൊണ്ടായിരിക്കും ഇവർ ആ കടലിലേക്ക് പസഫിക് സമുദ്രത്തിലേക്ക് പതിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ വെല്ലുവിളി നിറഞ്ഞ ഇതിലെ ഏറ്റവും ഇപ്പോൾ 5:33 പിന്നിട്ടിരിക്കുന്നു. 5:37 കൃത്യം 4 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച കൃത്യം ഷെഡ്യൂൾ ചെയ്ത പോലെ കൃത്യമായി ഇപ്പോൾ അവർ ഭൂമിയിലേക്ക് ആ പാരച്യൂട്ട് വിടർന്നിരിക്കുന്നു. ആ തത്സമയ കാഴ്ച നോക്കൂ. ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു വിജയകരമായ ഇപ്പോൾ ഈ 10 ദിവസത്തെ യാത്രയുടെ ഏറ്റവും വിജയകരമായ പൂർത്തീകരണമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം സ്പ്ലാഷ് ഡൗൺ, ഇതിലേറ്റവും അപകടം പിടിച്ച വെല്ലുവിളി നിറഞ്ഞ സ്പ്ലാഷ് ഡൗൺ, ആ ചരിത്ര നിമിഷത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ച് കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2760 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 പാരച്യൂട്ടുകൾ തുറന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ക്യാപ്സൂളിന് ഏകദേശം 27 കിലോമീറ്റർ വേഗതയിലേക്ക് പതിയെ വേഗത കുറച്ചുകൊണ്ടായിരിക്കും ഇതിപ്പോൾ പസഫിക് സമുദ്രത്തിൽ പതിക്കാൻ പോകുന്നത്. ആ കാഴ്ചകളാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഭയപ്പെടുത്തുന്ന ഏറ്റവും അപകടം പിടിച്ച ആ 4 മിനിറ്റുകളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചന്ദ്രനിൽ പോയി മടങ്ങിയെത്തുന്ന 4 സംഘം ഇപ്പോൾ മടങ്ങിയെത്തുന്നത്. ഇനിയിപ്പോൾ ഈ 4 യാത്രികരെയും ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറാണ്. ഇവർ ഭൂമിയിൽ എത്തിയാലുടൻ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം. അതായത് ഈ 6000 അടി ഉയരത്തിൽ വെച്ചാണ് ഈ 3 വലിയ പാരച്യൂട്ടുകൾ വിരിയുന്നതും. ഇത് ഈ പേടകത്തിന്റെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററിലേക്ക് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. തീർച്ചയായും പതിയെ വേഗത കുറച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ ഒരു കാഴ്ചക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാരച്യൂട്ടുകൾ വിടർന്നിരിക്കുന്നു. പതിയെ വേഗത കുറച്ചുകൊണ്ട് ഈ 4 യാത്രികരെയും പേടകത്തെയും പസഫിക് സമുദ്രത്തിലേക്ക് എത്തിക്കും. അവർ ഭൂമിയെ വീണ്ടും തൊടാൻ പോവുകയാണ്. 10 ദിവസത്തെ ചന്ദ്രയാത്രാ ദൗത്യത്തിന് ശേഷം ആർടെമിസ് 2 ഏറ്റവും നിർണായകമായ വിജയകരമായ ദൗത്യത്തിലേക്ക് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ 5:37 തന്നെ പസഫിക് സമുദ്രത്തിലേക്ക് ഈ പേടകം വഴി, പാരച്യൂട്ട് വഴി ഈ 4 പേരും ഇറങ്ങാൻ പോവുകയാണ്. ഒട്ടനവധി നേട്ടങ്ങൾ, കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഈ ദൗത്യ സംഘം ഇപ്പോൾ മടങ്ങിയെത്തുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്പ്ലാഷ് ഡൗൺ നടന്നിരിക്കുന്നത്. ക്രിസ്റ്റീന കോക്കും റീഡ് വൈസ്മാനും വിക്ടർ ഗ്ലോവറും ജെർമി ഹാൻസനും ചരിത്രം കുറിച്ചുകൊണ്ട് സുരക്ഷിതരായി തന്നെ മടങ്ങിയെത്തുന്നു. ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അപകടകരമായ ചൂടിനെ അടക്കം അതിജീവിച്ചുകൊണ്ടാണ്, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇവർ മടങ്ങുന്നത്. ഇനിയിപ്പോൾ USS ജോൺ പി മൂർത്ത എന്ന കപ്പൽ ഇതിനോടകം തന്നെ പസഫിക് സമുദ്രത്തിൽ സജ്ജരായി കഴിഞ്ഞു. ഈ കടലിൽ പതിക്കുന്ന പേടകത്തിൽ നിന്നുള്ള യാത്രക്കാരെ പുറത്തിറക്കാൻ നാവികസേനയുടെ ഹെലികോപ്റ്ററുകളുണ്ട്. അവിടെ മുങ്ങൽ വിദഗ്ധരുണ്ട്. സ്പ്ലാഷ് ഡൗണോടുകൂടി ഈ ഒരു ദൗത്യത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈ 4 നാവികരെയും ഈ 4 യാത്രികരെയും കപ്പലിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് വൈദ്യപരിശോധന, പ്രാഥമികമായിട്ടുള്ള വൈദ്യപരിശോധന, ഈ കപ്പലിൽ സജ്ജമാക്കിയിട്ടുള്ള ഏറ്റവും ആധുനികമായ സംവിധാനത്തോടു കൂടിയുള്ള വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവരെ കപ്പലിലേക്ക് മാറ്റി പിന്നീട് ഹൂസ്റ്റണിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. എന്തായാലും ഇതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളും വിജയകരമാണ്. ഇതാ ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കുന്നു. 5:37 കൃത്യം സമയത്ത് തന്നെ ഭൂമിയിലേക്ക് ഇവർ മടങ്ങിയെത്തുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. പാരച്യൂട്ടുകൾ ഓണായി പസഫിക് സമുദ്രത്തിലേക്ക് പതിയെ ശാന്തസമുദ്രത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഷ്നി സുധി, വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് സായ്. ഈ ശാസ്ത്ര പുരോഗതിയെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു വിശേഷപ്പെട്ട ദിവസമായി ഇന്ന് മാറുന്നതും ആർടെമിസ് സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ ലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചുകൊണ്ട് അതിമനോഹരമായ ചന്ദ്രന്റെ ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ടുള്ള മനുഷ്യർ ഇതാ സമുദ്രത്തിൽ പതിച്ചിരിക്കുകയാണ്. പറന്നു കുതിച്ച 4 സംഘം, ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ധരിച്ച ആ സംഘം ഇതാ സമുദ്രത്തിൽ സാന്റിയാഗോ തീരത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പാരച്യൂട്ട് വഴി ആ പേടകത്തിൽ നിന്നുള്ള 4 മനുഷ്യരുടെ സമുദ്രത്തിൽ പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ സായ്?
തീർച്ചയായും ആ 4 പേരും ഇപ്പോൾ ഭൂമിയെ തൊടാൻ പോവുകയാണ്. ശാന്തസമുദ്രത്തിൽ, പസഫിക് സമുദ്രത്തിൽ പ്രത്യേകം നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുള്ള ഇതിനു മുൻപ് ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ വഴി കൃത്യമായി ദിശ നിർണ്ണയിച്ച് എവിടെ പതിക്കണമെന്ന് തീരുമാനിച്ചുവോ അവിടെ തന്നെ ആ പേടകവും 4 യാത്രികരും വന്ന് പതിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കപ്പലിലേക്ക് യാത്രികരെ ഉടൻ തന്നെ എത്തിക്കും. അതിനും ഇപ്പോൾ നമ്മൾ പൂർത്തിയായി. ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായി എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാം. പേടകം തിരിച്ചിറങ്ങിയിരിക്കുന്നു. ആ സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായിരിക്കുന്നു. ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി ഈ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ശാസ്ത്രലോകത്തിന്, നാസയ്ക്ക് ഏറ്റവും അഭിമാനകരമായ നിമിഷം എന്ന് നമുക്ക് ഈ നിമിഷത്തെ വിളിക്കാം. ഇതിനു വേണ്ടിയാണ് കണ്ണിമ ചിമ്മാതെ ശാസ്ത്രലോകം കാത്തിരുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഇപ്പോൾ വിജയകരമായി ആ പേടകം തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഇതൊരു നാഴികക്കല്ല് കൂടിയാണ്. ഇനി അങ്ങോട്ട് വലിയ കണ്ടുപിടുത്തങ്ങളുടെ, പരീക്ഷണങ്ങളുടെ മഹാലോകം തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ 4 വർഷം പോയത്. ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കി. എങ്ങനെയാണോ നാസ പ്ലാൻ ചെയ്തത് കൃത്യമായി ചന്ദ്രനെ തൊട്ട് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. വെല്ലുവിളി നിറഞ്ഞ എല്ലാ ഘട്ടങ്ങളെയും വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ ഇതിലേറ്റവും റിസ്കി ആയിട്ടുള്ള, ഏറ്റവും അപകടകരമായ സ്പ്ലാഷ് ഡൗൺ എന്ന ദൗത്യവും വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയാണ്. ഇനി ലോകം കാത്തിരിക്കുന്നത് ആ അദ്ഭുത യാത്ര നടത്തിയ, ആ സ്വപ്ന സമാനമായ നേട്ടം കൈവരിച്ച 4 സംഘത്തെ വീണ്ടും കാണുന്നതിന് വേണ്ടിയാണ്. അല്പസമയത്തിനകം തന്നെ അമേരിക്കൻ നാവികസേനയുടെ പ്രത്യേക കപ്പലിലേക്ക് ഇവരെ മാറ്റും. അതിനുശേഷം ഇപ്പോൾ ആ കപ്പൽ അടക്കമുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ അവിടെ സജ്ജരായിരുന്നു. വിജയയാത്ര നടത്തിയ തങ്ങളുടെ യാത്രികരെ സ്വീകരിക്കാൻ വളരെ നേരത്തെ തന്നെ അമേരിക്കൻ നേവി കപ്പൽ അവിടെ സജ്ജമായിട്ടുണ്ട്. അവരെ എത്തിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ നാവികസേനയുടെ പ്രത്യേക കപ്പൽ അവിടെ വെച്ച് വലിയ ദൗത്യ സംഘം തന്നെ അവിടെയുണ്ട്. അവരെ ഹെലികോപ്റ്റർ മാർഗം ഒക്കെ ആയിരിക്കും ഈ കപ്പലിലേക്ക് എത്തിക്കുക. പിന്നീട് പേടകം വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി ദൗത്യങ്ങൾ ഇനിയിപ്പോൾ എന്നുള്ളത് അത്ര റിസ്കി ആയിട്ടുള്ള, ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഘട്ടങ്ങളൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായതോടുകൂടി തന്നെ ഈ യാത്രികരെ സുരക്ഷിതരായി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേക ബോട്ടുകളും ഹെലികോപ്റ്ററുകളും അടക്കം ഇതിനോടകം തന്നെ അവിടെ സജ്ജവുമാണ്.